പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുകയാണെന്ന്. ഉദയം എന്ന പേരിൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു നൽകിയ പ്രബോധനങ്ങളാണ് ഈ പരമ്പരയിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ പല രീതിയിൽ യേശു നൽകിയിട്ടുണ്ട്. പ്രഭാഷണങ്ങളായി, ആഹ്വാനങ്ങളായി, വിലക്കുകളായി, കൽപ്പനകളായി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധിക പങ്കും ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയും കഥകളിലൂടെയുമൊക്കെയാണ് യേശു തൻ്റെ പ്രബോധനം അവതരിപ്പിച്ചത്. തന്നിലൂടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചതും പ്രസംഗിച്ചതുമെല്ലാം. യേശുവിൽ ഉദയം ചെയ്യുന്ന ദൈവരാജ്യം, യേശുവിലൂടെ പ്രകാശം ചൊരിഞ്ഞ് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവരാജ്യം, ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് ഉദയം എന്ന പേരിൽ നമ്മളിവിടെ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിചിന്തനങ്ങൾ ആരംഭിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, അധ്യായം 4, തിരുവചനങ്ങൾ 12 മുതൽ 17 വരെ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിലേക്ക് പിൻവാങ്ങി. അവർ നസറത്ത് വിട്ട് സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബൂലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും കഴിയുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൽ നിന്നാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. 9-ാം അധ്യായത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ ദൈവിക ദർശനമായി കണ്ട് അവതരിപ്പിച്ച ഒരു ഭാഗമാണിത്. അത് യേശുവിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി സുവിശേഷകൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഒരു ദീപ്തി ഉദയം ചെയ്തിരിക്കുന്നു. യേശുവിലൂടെയാണ് ആ ദീപ്തി ഇവിടെ ഉദയം ചെയ്തത്. യേശുവിലൂടെയാണ് ആ പ്രകാശം ഈ ഭൂമിയിൽ പ്രസരിച്ചത്. ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രകാശമാണ്. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക്, നിരാശയിലും ദുഃഖത്തിലും താഴ്ന്നു പോകുന്നവർക്ക് ദൈവം നൽകുന്ന പ്രത്യാശയുടെ പ്രകാശമാണിത്. ദീപ്തി ഉദയം ചെയ്തിരിക്കുന്നു. യേശുവിലൂടെ ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. ഈ ഭൂമിയിൽ വിടരുന്ന ദൈവരാജ്യത്തിൻ്റെ, ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഉദയം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ കഥകളാണ് യേശു അധിക പങ്കും പറഞ്ഞത്, പഠിപ്പിച്ചത്. യേശു നല്ല ഒരു ഗുരുനാഥനായിരുന്നു. ലോകം കേട്ടതിൽ ഏറ്റവും മനോഹരമായ കഥകൾ പറഞ്ഞത് യേശുവാണ്. വിശ്വസാഹിത്യത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് യേശുവിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ പലതും. ധൂർത്തപുത്രൻ്റെ കഥയും നല്ല സമറിയാക്കാരൻ്റെ ഉപമയും, അതുപോലെ എത്രയെത്ര കഥകൾ, ഉപമകൾ. ഇതെല്ലാം ഒരു പ്രത്യേക സത്യം വെളിപ്പെടുത്താൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്. യേശു നമുക്കറിയാം ഇസ്രായേൽക്കാരനായിരുന്നു, സെമിറ്റിക് വംശജൻ. സെമിറ്റിക് ഭാഷകൾക്കെല്ലാം പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി സെമിറ്റിക് ഭാഷകൾക്കുള്ള പ്രത്യേകത വാക്കുകളുകൊണ്ട് ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ഗ്രീക്കിൽ വളരെ ആശയതലത്തിൽ അബ്സ്ട്രാക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ സെമിറ്റിക് ഭാഷകളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാനും തൊട്ടറിയാനും പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങളായി, വസ്തുക്കളായി അവതരിക്കുന്നു. ആശയതലത്തിൽ നിൽക്കാതെ ആശയം ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ഉപമകൾ, അല്ല യേശുവിൻ്റെ സംസാര രീതി തന്നെ ആ രീതിയിലുള്ളതായിരുന്നു. സാധാരണക്കാരൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ നിന്ന്, സാധാരണ എല്ലാവരും കാണുന്ന സംഭവങ്ങളിൽ നിന്നും, വസ്തുക്കളിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നും യേശു പഠിപ്പിക്കുകയാണ്. എല്ലാം പിതാവിനെക്കുറിച്ച് പറയാൻ. യേശുവിൻ്റെ ചിന്ത എപ്പോഴും പിതാവിനെക്കുറിച്ചായിരുന്നു. എന്ത് കണ്ടാലും പിതാവിനെക്കുറിച്ചാണ് യേശു ചിന്തിക്കുക. യേശുവിൻ്റെ കൂടെ എപ്പോഴും പിതാവുണ്ടായിരുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ് യേശു പറയും. എന്തു കണ്ടാലും പിതാവിനെക്കുറിച്ചാണ് ചിന്തിക്കുക. പിതാവിന് നമ്മളോടുള്ള സ്നേഹം അത് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഈ കഥകളെല്ലാം പറയുന്നത്. കാക്കകളെ കാണുമ്പോൾ, കരഞ്ഞുകൊണ്ടുവരുന്ന കാക്കകളെ കാണുമ്പോൾ പറയും, നോക്കൂ, ഈ കാക്കകൾക്കാരാണ് തീറ്റ കൊടുക്കുന്നത്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ ഈ കളപ്പുരയിൽ ശേഖരിക്കാത്ത ഈ കാക്കകൾക്ക് ആര് കൊടുക്കുന്നു ഭക്ഷണം? എൻ്റെ പിതാവാണ്.
വയലിൽ പുല്ലുകൾ വളരുന്നു, മനോഹരമായ ലില്ലിപ്പൂക്കൾ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ പറയും, ആരാണ് ഈ പൂക്കൾക്ക് ഇത്ര മനോഹരമായിട്ട് വസ്ത്രം നെയ്ത് കൊടുത്തത്? സോളമൻ തൻ്റെ സർവ്വമഹത്വത്തിലും ഇപ്രകാരം മനോഹരമായിട്ട് സ്വയം അലങ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലിനെ ആരായിട്ട് മനോഹരമായിട്ട് അണിയിക്കുക? എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് ഒരു കലാകാരനാണ്, സൗന്ദര്യത്തികവാണ്. അവൻ്റെ ചിന്തയിൽ വിടുന്നതാണ് ഇതെല്ലാം. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സൗന്ദര്യവും ദൈവത്തിൻ്റെ കരുണയും കരുതലുമാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ആകാശത്തിൽ മഴമേഘം പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു പറയും, നോക്കൂ, എൻ്റെ അപ്പനാണ് മഴ പെയ്യിക്കുന്നത്. കാറ്റ് വീശുമ്പോൾ ഇത് മറ്റാരുമല്ല, എൻ്റെ പിതാവാണ് കാറ്റ് അയക്കുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കാറ്റ് പോലെയാണ് പറയും. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. എവിടുന്ന് വരുന്നോ എങ്ങോട്ട് പോകുമെന്നോ അറിയില്ല, പക്ഷേ കാറ്റുള്ളപ്പോൾ നിങ്ങൾക്കറിയാം. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിച്ചവനും. യേശു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കഥകളെല്ലാം പറയുക. കഥകൾ ഒരുപാട് കാര്യങ്ങൾ കഥകളിലൂടെ അവതരിപ്പിക്കുക. ഇത് സാധാരണ സംസാര രീതിയായിരുന്നു താനും. നമ്മുടെ നാട്ടിലും പറയാറുണ്ടല്ലോ, പഴഞ്ചൊല്ലുകൾ പലതും കഥാരൂപത്തിലാണ് പറയുക. പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്ന് പറയും. ഇപ്പോൾ കൊച്ചു ചോദിക്കുക, അതന്നെ പണം ഇത്ര കൂട്ടി വെച്ചാൽ അത്രയേക്കാൾ ഉയരത്തിൽ പരുന്തിന് പറക്കാൻ സാധിക്കുകയില്ലേ? തീർച്ചയായിട്ടും നമുക്ക് അക്ഷരാർത്ഥത്തിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ പണമുള്ളവൻ എല്ലാവരേക്കാളും വലിയവനാണ്, അധികാരമുള്ളവനാണ്, അവനെ ആർക്കും കീഴടക്കാൻ സാധിക്കുകയില്ല. പണമാണ് എല്ലാത്തിനും പ്രാധാന്യം. പണമാണ് എല്ലാവർക്കും രാജ എന്ന് പറയുമ്പോൾ അതും അർത്ഥമാണ്, പണമുള്ളവനാണ് ഭരിക്കുക. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭാഷ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ അനുദിന അനുഭവങ്ങൾ നടത്തിയെടുത്ത് ഉദാഹരണങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ ആശയം വ്യക്തമാക്കാൻ സഹായകമാകുന്നു. യേശുവിൻ്റെ ഒരു പ്രസംഗ ശൈലിയാണ് അനുദിന അനുഭവങ്ങൾ എന്നുള്ള ഉദാഹരണം. എത്രയോ ഉദാഹരണങ്ങൾ യേശു കാണുന്നു. ചുറ്റുപാടുമുള്ള വിതയ്ക്കുന്നവൻ്റെയും കൊയ്യുന്നതിൻ്റെയും കഥ. അതല്ലെങ്കിൽ വീട്ടിലെ കഥ എടുത്ത് നോക്കൂ. വീട്ടിൽ യേശുവിൻ്റെ തന്നെ അനുഭവമായിരിക്കാം. കീറത്തുണി തുന്നുന്ന അമ്മയുടെ, പഴയ തുണിയിലേക്ക് പുതിയ കഷ്ണം ആരും വെച്ചു പിടിപ്പിക്കാറില്ല, കണ്ടം വെച്ച കോട്ടെന്ന് പറയും. അപ്പോൾ ഈ കീറത്തുണി തുന്നുന്ന ഒരു സ്ത്രീയുടെ കഥ യേശുവിനറിയാം. മാവ് കുഴയ്ക്കുന്നവൻ്റെ കഥ അറിയാം, യേശു പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. പുളിമാവ് പോലെ വലിയ ഒരു കലം നിറയുള്ള മാവ് പുളിക്കാനായിട്ട് അല്പം പുളിപ്പ് വെക്കുന്നവരാണ് ദൈവരാജ്യം. അതല്ലെങ്കിൽ താനെ വളരുന്ന ചെടി പോലെയാണ് ദൈവരാജ്യം. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളിലൂടെ അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കാനായിട്ട് താൻ എന്താണ് പറയുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി യേശു ഒരുപാട് ഉദാഹരണങ്ങൾ പറയുമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച്. ചെറിയതാണ് തുടക്കം, ഒരു ചെറിയ കടുകുമണി പോലെ അതാണ് വരുന്നത്. പക്ഷേ വളർന്നു വരുമ്പോൾ അത് വലുതാവും. കടുകുമണി വളർന്നു വലുതാകുന്ന അതുപോലെയാണ് ദൈവരാജ്യവും. അനേകം പക്ഷികൾ അതിലൊന്ന് ചേക്കേറും. ഈ കഥ മനസ്സിൽ വിരിഞ്ഞു വരുന്നുണ്ട്. എന്താണ് യേശു പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കഥകൾ. എല്ലാ മേഖലകളിൽ നിന്നും യേശു ഉദാഹരണങ്ങൾ എടുക്കുന്നുണ്ട്. കാർഷിക മേഖലയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത്. വിത്തിൻ്റെയും കതിരിൻ്റെയും കഥ. വിതക്കാരൻ വിതയ്ക്കുന്നു, കർഷകൻ വിതയ്ക്കുന്നു, വിത്ത് താനേ വളരുന്നു, സുപ്രഭാതത്തിൽ അത് കതിരാകുന്നു, കതിർ വഴുക്കുന്നു, അരിവാളെടുക്കുന്നു. കാണുന്ന കാര്യങ്ങളാണ് സാധാരണ. അല്ലെങ്കിൽ വിതച്ച വിത്തിൻ്റെ ഇടയിൽ കളകൾ മുളച്ചു വരികയും വിത്ത് ഫലമില്ലാതായി പോവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വിതച്ച വിത്ത് പാറപ്പുറത്ത് കിടന്ന് ഉണങ്ങിപ്പോകുന്നു. ഇങ്ങനെ കഥകൾ ധാരാളം പറയുന്നുണ്ട്, ഉദാഹരണങ്ങൾ. പക്ഷേ പലപ്പോഴും എന്താണ് ഇതിലൂടെ പറയുന്നത് എന്ന് അത്ര തന്നെ വ്യക്തമാകുമോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇതെല്ലാം കഥകളിലൂടെയാണ് യേശു പറയുക. താനേ വളരുന്ന വിത്താണ്. ആ വിത്തിൻ്റെ ഉള്ളിലുള്ള ശക്തി കൊണ്ടാണ് അത് വളർന്ന് ചെടിയായി കതിരുണ്ടാകുന്നത്. ഇതുപോലെയാണ് ദൈവരാജ്യം. അത് കുഴച്ച മാവിൽ വയ്ക്കുന്ന പുളിപ്പ് പോലെയാണ്. അത് പ്രസരിക്കുന്നു. ഇപ്പോൾ ദൈവരാജ്യം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് എന്തു ചെയ്യണം, അതിൻ്റെ സ്വഭാവം എന്താണ്, എങ്ങനെയുള്ളതാണ്? അതിൽ വിശുദ്ധന്മാരും മാത്രമല്ല, എല്ലാ മനുഷ്യരും ഉണ്ടാവും. വിത്തുകൾക്കിടയിൽ കളകൾ മുളച്ചു വരുന്നത് പോലെയാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ചവരിടയിൽ തന്നെ അതിന് വിരുദ്ധമായ ശക്തികളും ഉണ്ടാവും. അതല്ലെങ്കിൽ കടലെറിഞ്ഞ് വല പോലെയാണ് അത്ര ദൈവരാജ്യം. അതിൽ എല്ലാത്തരം മത്സ്യങ്ങളുമുണ്ട്, നല്ലതുമുണ്ട്, മോശമായവയുമുണ്ട്. അപ്പോൾ നന്മയും തിന്മയും ഒരുമിച്ച് വസിക്കുന്ന, ഒരുമിച്ച് വളരുന്ന ഈ ലോകത്തിലേക്കാണ് ദൈവരാജ്യം കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവരാജ്യം കടന്നു വരുന്നു, വളരുന്നു. ഈ ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ് യേശു വന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു ആഹ്വാനം ഉൾക്കൊള്ളുന്നുണ്ട്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
എന്തു ചെയ്യണം എന്തു ചെയ്യരുത് ഒരു തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് കഥകൾ. അപ്പോൾ ചില കഥകൾ വളരെ ശക്തമായ രീതിയിൽ തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന്, നിൻ്റെ ഒരു കണ്ണ് അല്ലെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ആ കണ്ണ് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. നിൻ്റെ ഒരു കൈയാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നതിന് പാപകാരണമാകുന്നതെങ്കിൽ ആ കൈ വെട്ടി ദൂരെ കളയുക. ഒരു കണ്ണുള്ളവനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് രണ്ട് കണ്ണുള്ളവനായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും മെച്ചം. ഒറ്റ കയ്യനോ ഒറ്റ കാലനോ ആയി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് രണ്ട് കാലും രണ്ട് കൈയുമുള്ളവനായി നിത്യാഗ്നിയിൽ പതിക്കുന്നതിനേക്കാളും മെച്ചം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ രൂപം യേശു കൊടുക്കുകയാണ്. യേശു പ്രസംഗിക്കുന്ന, യേശു ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. അത് ചിലപ്പോൾ വളരെ കർശനമായ ഭാഷയിലായിരിക്കും യേശു പറയുക. കഴുത്തിൽ കഴുതയുടെ വലിയ തിരികല്ലും കെട്ടി കടലിൽ താഴ്ത്തപ്പെടുന്നതാണ് ഇതിനേക്കാൾ മെച്ചം. ഇതിനേക്കാൾ ദൈവരാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനേക്കാൾ, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ഉതപ്പ് വരുത്തുന്നതിനേക്കാൾ നല്ലത് അവൻ തൻ്റെ കഴുത്തിൽ കഴുതയുടെ തിരികല്ലും കെട്ടി ഒരിക്കലും ഉയർന്നു വരാത്ത രീതിയിൽ കടലിൻ്റെ ആഴത്തിലേക്ക് താഴ്ത്തപ്പെടുകയാണ്, പോയി തൂങ്ങുകയാണെന്നത്, ആത്മഹത്യ ചെയ്താണെന്നത് പറയും. വളരെ കർശനമായ ഭാഷ. ഈ ഭാഷ ചിലപ്പോൾ കുറച്ചുകൂടി പരുഷമായെന്ന് വരും. പലപ്പോഴും ശക്തമായ ഭാഷയാണ് യേശു ഉപയോഗിക്കുക. അതും ദൈവരാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ശക്തികൾ യേശുവിൻ്റെ പ്രഘോഷണത്തെ ചെറുക്കുകയും എതിർക്കുകയും സ്വീകരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ യേശു അനേകം ഉദാഹരണങ്ങൾ നിരത്തും. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഈ ഒട്ടകത്തെ സൂചിക്കുഴയിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ പലരും ശ്രമിക്കാറുണ്ട്. അത് ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒട്ടകമല്ല, കമേൽ എന്നാണ് ഗ്രീക്കിൽ. അത് കമേൽ എന്നല്ല, കമീൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വടമാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ വടം ചെറുതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂചിക്കുഴയിലൂടെ കടന്നു പോകും. അല്ല, സൂചിക്കുഴ എന്ന് പറയുന്നത് സൂചിക്കുഴയല്ലാതെ ഈ ജെറൂസലം പട്ടണത്തിൻ്റെ ഒരു ഇടുങ്ങിയ വാതിലാണ്. അതിലൂടെ ഒട്ടകത്തിന് കടന്നു പോകണമെങ്കിൽ അതിൻ്റെ മുതുകത്ത് നിന്നുള്ള ഭാരമെല്ലാം ഇറക്കണം. അതിനുശേഷം മുട്ടുകുത്തി വലിഞ്ഞു നീന്തുകയാണെന്നും കിടക്കാം. എങ്ങനെയെങ്കിലും ഒട്ടകത്തെ അകത്ത് കയറ്റാനുള്ള ശ്രമമാണ് പലരും നടത്തുക. അപ്പോൾ അതിശയോക്തി കലർത്തി യേശു പറഞ്ഞ കഥകളെ ഏതെങ്കിലും തരത്തിൽ ലളിതവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അർത്ഥം ചോർന്നു പോവുകയാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോവുക അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞവരാണ് ധനികനായിരിക്കുന്നിടത്തോളം കാലം തൻ്റെ ധനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നിടത്തോളം കാലം നിനക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു കഥ തന്നെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഒട്ടകത്തെ വിഴുങ്ങുന്നവർ, നമുക്കെന്ത് പറയാം, വടം വിഴുങ്ങുകയല്ലല്ലോ, ഒട്ടകത്തെ വിഴുങ്ങുന്നവർ കൊതുകിനെ അരിച്ചു മാറ്റുന്നു. ഒരു കാപട്യത്തിൻ്റെ ചിത്രം അവിടെ എടുത്ത് കാണിക്കുക. ദൈവരാജ്യത്തിൻ്റെ സന്ദേശവാഹകരായവർ, ദൈവത്തിൻ്റെ നിയമം പരിപൂർണമായിട്ട് അനുസരിക്കുന്നു വിചാരിക്കുന്നവർ, പാവപ്പെട്ടവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ വളരെ ശക്തമായി എതിർക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുമ്പോൾ അവരെക്കുറിച്ചാണ് യേശു പറയുക, ഒട്ടകത്തെ വിഴുങ്ങുന്നവർ. വലിയ കാര്യങ്ങൾ അശ്രദ്ധ കാണിച്ചിട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ കൈ കഴുകണമോ കാല് കഴുകണമോ മുഖം കഴുകണമോ, യഹൂദരുടെ നിയമം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ അഴുക്കുള്ളത് കൊണ്ടല്ല, കൈ ശുദ്ധമാക്കുന്നൊരു സൂചനയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മുട്ടയുടെ പകുതി തോടിൽ ഉള്ള വെള്ളം കൊണ്ട് കഴുകാൻ മാത്രമുള്ള കഴുക്ക് മതി. അപ്പോൾ ഇങ്ങനെ ഒരു റിച്വൽ ക്ലീനിങ് എന്ന് പറയും, ഒരു ആചാരപ്രകാരമുള്ള കഴുക്ക്. ഇങ്ങനെ കഴുകാതെ ശിഷ്യന്മാർ ഭക്ഷിച്ചതിൻ്റെ പേരിലാണ് ഇവർക്കെതിരെ ആരോപണം കൊണ്ടുവരിക. അപ്പോഴാണ് ഈ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു മാറ്റുകയും ചെയ്തതിനെക്കുറിച്ച് യേശു പറയുന്നത്. വലിയ നീതി, കാരുണ്യം, വിശ്വസ്തത, ഇങ്ങനെയുള്ള വലിയ പ്രമാണങ്ങൾ ലംഘിച്ചതിന് ശേഷം കൈയുടെ തുമ്പ് കഴുകിയില്ല അല്ലെങ്കിൽ കഴുകുന്നു എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരെക്കുറിച്ച് യേശു പറയുകയാണ്. വളരെ ശക്തമായ ഉദാഹരണങ്ങളാണ്. മറ്റൊരു ഉദാഹരണമാണ് യേശു പറഞ്ഞത് വിധവയുടെ വീട് വിഴുങ്ങുന്നവരെക്കുറിച്ച്. അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നു, നടിക്കുന്നു, നീണ്ട കുപ്പായം അണിയുകയും വീതിയുള്ള അരപ്പട്ടകളും തൊങ്ങലുകൾക്ക് നീളവുമൊക്കെ കൂട്ടുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു, നടിക്കുകയും ചെയ്യുന്നവർ ഈ പ്രാർത്ഥനയുടെ മറവിൽ തന്നെ വിധവയുടെ വീട് വിഴുങ്ങുന്നു. നമുക്ക് കാണാൻ പറ്റുന്നൊരു ചിത്രമാണ് വിധവയുടെ വീട് വിഴുങ്ങുക. അത് തൊട്ടു പിന്നാലെയാണ് പറയുന്നത് ഒരു വിധവ 2 ചെമ്പ് തൊട്ടുകൊണ്ട് ദേവാലയ ഭണ്ഡാരത്തിൽ കാഴ്ചവെക്കുന്നു. അപ്പോൾ ആ വിധവ തനിക്ക് ഉപജീവനത്തിന് ആവശ്യമായതെല്ലാം കാഴ്ചവെക്കുന്നതാണ് യേശു പറയുക. ഇപ്രകാരം എല്ലാം കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നവർ വാസ്തവത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അവർ വിധവയുടെ വീട് വിഴുങ്ങുകയാണെന്നും പ്രാർത്ഥന ഒരു നാട്യമാണെന്നും ഒക്കെ യേശു എടുത്ത് കാണിക്കും. ഇങ്ങനെ വരുമ്പോൾ ഉപമകൾ പലപ്പോഴും പരുഷമാകും, രൂക്ഷമാകും. ഒരു വടി കൂടി കടന്ന് നേരിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. വെള്ളയടിച്ച കുഴിമാടങ്ങൾ,
നമുക്കറിയാം, കുഴിമാടങ്ങൾ മനോഹരമായി. ഇസ്രായേൽക്കാർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു. കുഴിമാടത്തിൽ അല്ലെങ്കിൽ ശവകുടീരത്തിൽ ആരെങ്കിലും തൊട്ടാൽ അവൻ അശുദ്ധനാകും. മരിച്ച വ്യക്തിയെ തൊടുന്നവൻ അല്ലെങ്കിൽ അസ്ഥികൾ തൊടുന്നവൻ അശുദ്ധനാകും എന്ന് പറഞ്ഞതുപോലെ ഈ ശവകുടീരത്തിൽ തൊട്ടാൽ അത് ചവിട്ടി നടന്നാൽ അവൻ അശുദ്ധനാകും. അതുകൊണ്ട് ശവകുടീരങ്ങൾ എന്താണെന്നറിയാൻ അത് വെള്ളപൂശുമായിരുന്നു. അപ്പോൾ ശവകുടീരങ്ങൾ നേരിട്ടറിയാം. ഈ വെള്ളയടിച്ചതാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും അഴുകി നാറുന്ന മാംസവും അസ്ഥിയുമായിരിക്കും. അപ്പോൾ പുറമേ മാന്യരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ എല്ലാത്തരം തിന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് എന്ന് കർശനമായ ഒരു വിമർശനമായും ഈ ഉപമ കൊണ്ടുവരുന്നുണ്ട്. വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. അതുപോലെ തന്നെ അന്ധരെ നയിക്കുന്ന അന്ധർ, കുരുടനെ വഴികാട്ടുന്ന കുരുടൻ, രണ്ടുപേരും കുഴിയിലല്ലേ വീഴൂ. അപ്പോൾ അനുദിന സംഭവങ്ങൾ വിശദീകരിക്കാനായിട്ട് ശക്തമായ ഭാഷ ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് യേശു ഇപ്രകാരമുള്ള ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അന്ധനെ നയിക്കുന്ന അന്ധൻ, കുരുടന്മാരെ വഴികാട്ടുന്ന കുരുടന്മാരാണ് നിങ്ങൾ. സർപ്പസന്തതികൾ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അണലി സന്തതികൾ, അത് യോഹന്നാൻ ഉപയോഗിച്ചതാണ്. അണലി സന്തതികളെ. എന്താണ് ഈ അണലി സന്തതി? നിങ്ങൾ പാമ്പുകളാണെന്ന് പറയും. എന്താണ് പാമ്പിൻ്റെ പ്രത്യേകത? പാമ്പിനെ യേശുവിന് ഉദാഹരണം എടുത്ത് സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അതല്ല ഇവിടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വിസമ്മതിക്കുന്നവരാണ്. പാമ്പിന് കാതില്ല എന്നാണ് പറയുക. ഞാനൊരിക്കൽ പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോവുകയുണ്ടായി. പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ ഒരുപാട് പാമ്പുകളെ വളർത്തുന്നുണ്ട്, പലതരത്തിലുള്ള പാമ്പുകൾ. അതിനൊരു വിശദീകരണം കൊടുക്കുന്നൊരു വ്യക്തിയുമുണ്ട്. ഒരു പാമ്പിൻ്റെ കുഴിയിൽ കിടന്നിട്ട് കുറേ പാമ്പുകളെ കോരിയെടുത്ത് കാണിക്കും. ഇങ്ങനെ ഒത്തിരി പാമ്പുകൾ എല്ലാ തരത്തിലും. എന്നിട്ട് അദ്ദേഹം തന്ന ക്ലാസ്സിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പാമ്പുകൾ ഒന്നും കേൾക്കുന്നില്ല, പാമ്പിന് ചെവിയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പാമ്പാട്ടി ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ കൊമ്പ് വിളിക്കുമ്പോൾ ആ ഓടക്കുടലിൻ്റെ താളത്തിനനുസരിച്ച് ആ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് പാമ്പ് കേട്ടിട്ടല്ല, ഇതിൻ്റെ അറ്റത്ത് കേട്ടിരിക്കുന്ന ചുവന്ന തുണി നീങ്ങുന്നതനുസരിച്ചിട്ടാണ് പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടുന്നത്. പാമ്പിന് കേൾവിയില്ല. പിന്നെ എങ്ങനെ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക? അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചലനം, ഭൂമിയിലുണ്ടാകുന്ന ചലനം, ആ ചലനം എടുത്ത് ആ സ്പർശനം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അണലി സന്തതി എന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനത്തിന് കാതടയ്ക്കുന്നവരാണ്. കാതടയ്ക്കുന്നു, കാണാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ വചനം സ്വീകരിക്കാനോ അത് കേട്ടു മാനസാന്തരപ്പെടാനോ അതനുസരിച്ച് ജീവിക്കാനോ സന്നദ്ധരാവാതെ അടയാളങ്ങൾ കാണണം, അത്ഭുതങ്ങൾ കാണണമെന്ന് വിചാരിച്ച് നോക്കുന്നവരാണ്. മാനസാന്തരത്തിന് തയ്യാറില്ലാതെ അടയാളങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്നവരെക്കുറിച്ചാണ് ഇപ്രകാരമുള്ള ഉദാഹരണങ്ങൾ പറയുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ പലതരത്തിലും പരുഷവും രൂക്ഷവുമായിട്ട് പോകുന്നതാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഒന്നേ ഉള്ളൂ, വ്യക്തമായി ഒരു തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ സ്നേഹം നിരുപാധിയോടെ വെച്ച് നീട്ടുകയാണ്. തുറന്ന ഹൃദയത്തോടെ അത് സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ ഉദയം ചെയ്യുന്ന ഈ പുതിയ പ്രഭാതം, പുതിയ ദിവസം, ദൈവരാജ്യം എന്താണ് അത് യേശു വിശദമാക്കി തരിക. അത് സ്വീകരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അതിനുള്ള നിബന്ധനകൾ പറയും. അപ്പോൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് എല്ലാം വിറ്റ് കുരിശും എടുത്തതിൻ്റെ പിന്നാലെ വരണം. ഇതും വേറെ ഉപമയാണ്. കുരിശെടുക്കുക. എല്ലാവരും കുരിശെടുത്തുകൊണ്ട് പോകണമെന്നല്ല പറയുക. പക്ഷേ പോകുന്ന വഴിക്ക് കാണാം, യേശു നസറത്തിൽ നിന്ന് ഗലീലയിൽ നിന്ന് ജെറൂസലത്തേക്ക് പോകുന്ന വഴിക്ക് പലയിടത്തും കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ജെറൂസലം ദേവാലയത്തിൻ്റെ മുമ്പിൽ അനേകം കുരിശുകൾ സ്ഥിരമായി സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. കാരണം കുറ്റവാളിയെ കണ്ടാൽ കുരിശ് തറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റോമക്കാരുടെ ഒരു ശിക്ഷാവിധിയായിരുന്നു. നമുക്കറിയാം, യേശു അവസാനം കുരിശിലാണ് തറയ്ക്കപ്പെട്ടത്. അപ്പോൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, കുരിശെടുക്കാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ കുരിശ് ചുമന്നുകൊണ്ട് പോകണമെന്നല്ല അർത്ഥം, മരണത്തിന് പോലും സന്നദ്ധനായിരിക്കണം. അപ്പോൾ ഉദാഹരണമാണ്, കുരിശൊരു ഉദാഹരണമാണ്. ജീവൻ പോലും ത്യജിക്കാനുള്ള സന്നദ്ധത ദൈവരാജ്യത്തിന് വേണ്ടി. ചെറിയ വാതിലിലൂടെ കടന്നു പോകണം. ദൈവരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, വാതിൽ വീതി കുറഞ്ഞതാണ്. ഉദാഹരണങ്ങളല്ലേ. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഹൈവേയുടെ കാര്യമൊന്നുമല്ല ഇവിടെ പറയുക. എന്ന് പറഞ്ഞാൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലൂടെ കടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമായിരിക്കുകയില്ല ദൈവരാജ്യം. അതിനൊരു ത്യാഗങ്ങൾ സഹിക്കാൻ സന്നദ്ധനാവണം. ദൈവരാജ്യം, ദൈവം നൽകുന്ന ഈ യാഥാർത്ഥ്യം, ദൈവം നൽകുന്ന രാജ്യം, ദൈവത്തിൻ്റെ ഭരണം, അതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ സ്വയം ത്യജിക്കാൻ, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, സഹിക്കാൻ, മരണം വരെ ഏറ്റെടുക്കാൻ സന്നദ്ധനാവണം. ഇങ്ങനെ ഉള്ള ഉദാഹരണമാണ് യേശു പറയുക. പക്ഷേ എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. കഥകളിലൂടെ പറയുകയാണ്. സമയം വൈകിപ്പോയെന്ന് വരാം. വലിയൊരു കഥയിലൂടെ യേശു പറയുന്നുണ്ട്. വിരുന്നിൻ്റെ കഥ. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ആരും സമയത്തിന് വരാൻ തയ്യാറായില്ല. മഹാവിരുന്നിൻ്റെ കഥയാണ്.
അവസാനം സമയമായപ്പോൾ ഗൃഹനാഥൻ വീട് വാതിലടച്ചു. അതിനു മുമ്പേ ക്ഷണിക്കപ്പെട്ടവരാരും വരാൻ തയ്യാറായില്ല. രണ്ടാമത്തെ ക്ഷണം സ്വീകരിച്ച തെരുവിൽ വസിക്കുന്നവരെല്ലാവരും അകത്തു കടന്നു, വാതിലടച്ചു. പിന്നെ വന്നവർക്ക് തുറന്നു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ മണവാളൻ്റെയും മണവറയുടെയും കഥയിലൂടെ ഇത് തന്നെ പറയുക. മണവാളന് വേണ്ടി കാത്തിരുന്ന 10 കന്യകകൾ, അവരിൽ 5 പേര് എണ്ണയെടുത്തിരുന്നു. 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. എണ്ണയില്ലായിരുന്നവരുടെ വിളക്ക് കിട്ടുപോയി. മണവാളൻ വന്നപ്പോൾ അവർക്ക് വിളക്ക് തെളിക്കാൻ സാധിച്ചില്ല. എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ അടുത്ത് വന്നു, അവർ അകത്ത് കയറി. പിന്നെ വന്ന് മുട്ടുമ്പോൾ, എവിടുന്നാണ് നിങ്ങളെന്ന് ഞാൻ അറിയില്ല, അകന്നു പോകുവിൻ. ഇപ്പോഴേ സമയം വൈകിപ്പോയേക്കാം. ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ പിന്നീട് ദുഃഖിച്ചതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. നിർണായകമായ നിമിഷമാണിപ്പോൾ. യേശു ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കാനായിട്ട് നിർബന്ധിതരാവുകയാണ്. ആ തീരുമാനം യേശുവിന് വേണ്ടിയും യേശുവിൻ്റെ ബോധനം സ്വീകരിച്ചും അല്ല എങ്കിൽ നമ്മൾ നിത്യമായും നഷ്ടപ്പെടും. വളരെ വ്യക്തമായ ഉദാഹരണമാണ് 25-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം. 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അന്തിമ വിധിയുടെ കാര്യം, അവസാനത്തെക്കുറിച്ച് പറയുകയാണ്. മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അവരെ 2 ഭാഗത്തായിട്ട് നിർത്തും. ഇടയനാടുകളെ വേർതിരിക്കുന്നവർ, ചെമ്മരിയാടുകളെയും കോലാടുകളെയും. ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തവർ വലത്തും തിന്മ ചെയ്തവർ ഇടത്തും. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്, അല്ലാണ്ട് ഇടതും വലതും ഉണ്ടെന്നല്ല. അപ്പോൾ ഇവിടെ ഇന്ന് വിശക്കുന്നവനായി കണ്ട് യേശുവിന് വിശക്കുന്നവന് ആഹാരം കൊടുക്കാതെയും ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കാതെയും വസ്ത്രമില്ലാത്തതിന് ഉടുക്കാൻ കൊടുക്കാതെയും കണ്ണടച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ നാളെ നിത്യനരകമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളിലൂടെ യേശു ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിബന്ധനകൾ എന്താണെന്ന് വ്യക്തമാക്കുന്നു. അത് തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു പൊതുവായ ആമുഖമാണ്. അപ്പോൾ യേശു നൽകിയ സന്ദേശം കഥാരൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് കൊടുത്തതെന്ന് പറയും. പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പലപ്പോഴും വ്യക്തമാവുന്നില്ല. ഉദാഹരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിലെന്തോ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം തന്നെ പറയും, യേശു അവരോടെല്ലാം ഉപമകളിലൂടെ സംസാരിച്ചു, പക്ഷേ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഓരോ ഉപമയുടെ ശേഷം പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ എന്തോ ഇതിൻ്റെ അകത്ത് ദുരൂഹതകളുണ്ട്. ഉപമകളിലൂടെ പറയുന്നുണ്ടെങ്കിലും എല്ലാം അത്ര തന്നെ വ്യക്തമല്ല, യേശു വ്യക്തമാക്കി തരുന്നില്ലെങ്കിൽ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് യേശു പറഞ്ഞ കഥകൾ ഒന്നൊന്നായി എടുത്ത് അപഗ്രഥിക്കാനാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ പ്രധാനമായ അർത്ഥം, അത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ, ഇതായിരിക്കും നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി ഈ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, യേശുവിലൂടെ ഞങ്ങൾക്ക് ഒരു പുതിയ പ്രഭാതം ഉദയം ചെയ്തു. അവനാണ് പുലരി നക്ഷത്രം, അവനാണ് സൂര്യോദയം, അവനാണ് പ്രകാശം കൊണ്ടുവരുന്നത്. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉദിക്കുന്നതിനായി അവിടുന്ന് കടന്നു വന്നു. അങ്ങ് തന്നെയാണ് ഉദയം. ഈ ഉദയത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ ഉദയത്തെക്കുറിച്ച് അങ്ങ് കഥകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ, ആഹ്വാനങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവെ, ഉപമകളിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും തീരുമാനമെടുത്ത് അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതിനും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, കടന്നു വന്ന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. മനസ്സിലാവുന്ന സത്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന് ജന്മം നൽകിയ അവിടുന്ന് ഞങ്ങളും ഈ ഉപമകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വചനങ്ങൾ മനസ്സിലാക്കി സ്വീകരിച്ച് പ്രാവർത്തികമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.